വലിയ പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്ക് വലിയ അവർക്ക് മോശം സാഹചര്യങ്ങളാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ശരിക്കും എല്ലാവർക്കും അറിയാം സിനിമാ മേഖല എന്ന് പറഞ്ഞ ഒട്ടനവധി പെൺകുട്ടികള് ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാലും പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവസരങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പലപ്പോഴും അവരുടെ ലൈഫ് അല്ലേ എന്നോർത്ത് ആരും ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടത്തില്ല. അങ്ങനെ അവസ്ഥയിലാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരികയും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ തുറന്നു പറഞ്ഞു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അതിനകത്ത് നമ്മളെപ്പോഴും ഇരകളുടെ പേരാണ് പുറത്ത് വരണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്തിന്റെ പേരിലും അത് ഞാൻ പറയുന്ന സ്ത്രീകളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണിനെയാണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും ഏതെങ്കിലും തൊഴിലിന്റെ പേരിൽ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് അവിടെ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യാൻ പോകുന്ന പോലെ, വക്കീൽ പണി ചെയ്യാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ചെയ്യുന്ന പോലെ അതിന് ഒരു ജോലിയാണ്. അഭിനയം എന്ന് പറയുന്ന ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സ്റ്റേജ് കൈകാര്യം ചെയ്തിരുന്ന നാടകം, ബാലെ, അതുപോലെ തന്നെ മറ്റെന്താ ഓട്ടൻതുള്ളൽ, കഥകളി, ചാക്യാർകൂത്ത്, ഇങ്ങനെ ഇഷ്ടം പോലെ തനത് കലകളുടെ ഒരു ഹബ്ബായിരുന്ന കേരളത്തിൽ ഇതെല്ലാം ഇല്ലാതായിട്ട് ഒറ്റ കോൺസെൻട്രേഷൻ ആയിരുന്നു സിനിമ എന്ന് പറഞ്ഞ. അപ്പൊ അവിടെ ഇരിക്കുന്നതെല്ലാം എന്തോ താരരാജാക്കന്മാരാണ്. നമ്മുടെ പൊതുസമൂഹത്തിനും ഇതിനൊക്കെ പങ്കുണ്ട്. അവരെ നമ്മൾ വേറൊരു ലെവലിൽ കാണാൻ തുടങ്ങി. അവർ സാധാരണ മനുഷ്യരാണെന്നും അവർ ജോലി ചെയ്ത് ജീവിക്കുകയാണെന്നും ഉള്ള ധാരണ മാറിയിട്ട് ഫാൻസ് ക്ലബ്ബുകള്, ബഹളങ്ങള്, താരരാജാക്കന്മാരൊന്നുമല്ല, ഒരു രാജാവുമല്ല. അവരുടെ കഴിവിനെയും അവരുടെ എല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അവരുടെ ടാലന്റിനെയാണ് അംഗീകരിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്രയും പരിഷ്കൃത സമൂഹമായ നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിലൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലായി കേരളത്തിൽ പോലും അമിതമായിട്ടുള്ള താരാരാധന, ചെറുപ്പക്കാരടക്കം സിനിമാ നടന്മാരെ അനുകരിക്കുന്നു. ഒരു കാലത്ത് കുടുംബ പശ്ചാത്തലത്തിൽ വന്ന സിനിമകളായിരുന്നെങ്കിൽ ഇക്കാലത്ത് ഡ്രഗ്സും സക്സും മാത്രമായിട്ട് സിനിമാ മേഖല പുതിയ ന്യൂജൻ സിനിമകൾ അധപ്പതിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് കുറെ സിനിമകൾ കണ്ടപ്പോൾ അത് വാച്ച് ചെയ്തപ്പോൾ നടിമാരില്ല, നായികയില്ല അതില്. ഇനി അഥവാ നായികയുണ്ടെങ്കിൽ ഭർത്താവിന് വെള്ളം എടുത്തു കൊടുക്കുകയും വിയർപ്പ് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്ന നായികമാരെയും അടുത്ത കാലത്ത് സിനിമയെ കണ്ടു. പിന്നെ ഇത് എല്ലാത്തിനും പ്രതികരിക്കാൻ നമ്മൾ ആര് എന്ന് നമുക്ക് തോന്നും. അതായത് നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങളുമായി നിൽക്കുന്ന പൊതുപ്രവർത്തകരാണ്. അപ്പൊ എല്ലാത്തിനും പ്രതികരിക്കേണ്ടെന്ന് ഓർത്ത് പലപ്പോഴും മിണ്ടാതെ പോയാണ്. പക്ഷെ ഈ കൊടിയ ചൂഷണം സിനിമാ മേഖലയിൽ, അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇല്ല. അല്ല, ഈ സീനിയർ ആർട്ടിസ്റ്റുകളായ വനിതകൾക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല ഇത് പ്രതികരിക്കേണ്ടത്. ഈ സീനിയർ ആർട്ടിസ്റ്റുകളായ വനിതകൾ അവരുടെ കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്രത്തോളം സംരക്ഷിച്ചിട്ടുണ്ട് അതുമൊക്കെ ചോദ്യമാണ്. ഇത് പരസ്പരം സഹായിക്കണം. അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എല്ലാം ഉപദ്രവിച്ചോട്ടെ, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾക്കറിയാം, പറഞ്ഞിട്ടുണ്ട് പലരും, വേദനയോടുകൂടി പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും സീനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒന്നുമില്ല, എല്ലാവരും അഭിനയിക്കാൻ വരുന്നവരാണ്. അതവരുടെ തൊഴിലാണ്. തൊഴിലെടുക്കുന്നവരെ തൊഴിൽ എടുക്കുന്നവരായി കാണുക. അവരെ ആവശ്യമില്ലാത്ത ആകാശത്ത് കയറ്റി വെച്ചതിന് ശേഷം ഇപ്പൊ ഈ വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്നൊന്നും പറഞ്ഞതിന് കാര്യമില്ല. സാധാരണക്കാരെ അവരെ കാണാൻ കഴിയുക, അവരുടെ കഴിവുകൾ അംഗീകരിക്കുക. ഏത് മേഖലയിലാണല്ലോ, അത് ഏത് മേഖലയിലാണെങ്കിലും അനാവശ്യമായി ഒരു സ്ത്രീയെ അവരുടെ തൊഴിലിന്, അവരുടെ ഗതികേടിന്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രയാസത്തിൽ വരുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേറ്റം തെറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തില് ഇത് ഈ തരത്തിലല്ല ഡിസ്കഷൻ വരുന്നത്. ഹേമ കമ്മീഷൻ എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികളൊക്കെ എല്ലായിടത്തും സജീവമാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചർച്ചകൾ വരട്ടെ. എന്റെ ഒരു ആഗ്രഹം ഇത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇതൊരു കോളിളക്കം സൃഷ്ടിക്കട്ടെ എന്നാണ്. കേരളം ഇതിന്റെ ഒരു ചെറിയ സ്ഥലമാണ്. അപ്പൊ എന്തായിരിക്കും ബോളിവുഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്നത്? എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും ഇതൊരു തുടക്കമാവട്ടെ. അവിടെ എല്ലാവർക്കും സമാധാനപരമായി അവരുടെ ജോലി ചെയ്ത് അഭിമാനത്തോടെ കഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ കമ്മീഷൻ റിപ്പോർട്ടിന് കഴിയട്ടെ. താരാരാധനയൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായെന്നും കൂടെയാണ് പറയുന്നത്. എത്രയോ കാലം താരാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും സാധാരണ ഇപ്പൊ നിങ്ങളൊരു ജോലി ചെയ്യുന്ന പോലെ തന്നെയല്ലേ, മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ ജോലിയല്ല ചെയ്യുന്ന, അവർ പൊതുപ്രവർത്തനം നടത്തുന്നു, സോഷ്യൽ വർക്കേഴ്സ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഒരു പോർട്ടർ മുതല് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് ഹൈറാർക്കിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യരും കൂലിപ്പണി ചെയ്യുന്നവരും എല്ലാം അവരെല്ലാം അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാ തൊഴിലിനും മഹത്വമുണ്ട്. ഇത് അതിഭാവുകത്വം വന്ന് അനാവശ്യമായി അടുത്ത കാലത്ത് ഒരു നടന്റെ പ്രതികരണം, എത്ര മ്ലേച്ഛമായ പ്രതികരണമാണ് അദ്ദേഹം. ഈ കുറെ ഓൺലൈൻ ചാനലുകളിൽ ചെന്നിട്ട് ചോദിക്കും, എത്ര വായി തോന്നി എന്ത് വൃത്തികേടും വിളിച്ചു പറയാൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഒരു യുവനടന്റെ പ്രതികരണം ഞാൻ അടുത്തിടെ കാണുകയുണ്ടായി. എല്ലാ ഇന്റർ മീനിങ് വെച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾക്കും ഫാൻസ്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും അതൊക്കെ പരസ്യമായിട്ട് സിനിമകളിൽ കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, അടുത്ത കാലത്ത് കാണുന്ന സിനിമകളിൽ വയലൻസ് ആണ്.
സിനിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ സെക്ഷുവൽ യൂസിനുള്ള ഉപകരണമാണെന്ന് മെസ്സേജ് കൊടുക്കുന്നു, വയലൻസ് കാണിക്കുന്നു. പണ്ട് എത്ര നല്ല മനോഹരമായ സിനിമകളുള്ള നാടായിരുന്നു നമ്മുടെ. അന്ന് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനും അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാറിയിരിക്കുന്നു. ആദ്യം എനിക്ക് കേരള സമൂഹത്തിൽ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഇവരെ സാധാരണ മനുഷ്യരായി ട്രീറ്റ് ചെയ്യുക. അവരവരുടെ അഭിനയം കഴിഞ്ഞ് അവരെവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോട്ടെ, അവരുടെ പുറകെ നടന്ന് ഫാൻസ്. ഇതിനേക്കാൾ ഉപരിയാണ് ഏത് ഉദ്ഘാടനത്തിനും ഇവരെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാൻ കേരള സമൂഹത്തിൽ കാണുമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ പലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ വലിയ തരത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി പാവപ്പെട്ട നടിമാരെ, എനിക്ക് തോന്നുന്നു അതുപോലും ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ആ നടിമാരെ കൊണ്ട് അവിടെ ഇറക്കി എന്തൊക്കെ ബഹളങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ഇത് കേരള സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളൊന്നുമല്ല. സാധാരണക്കാരെ അവരെ ട്രീറ്റ് ചെയ്യുക, ഈ സിനിമാ മേഖലയ്ക്ക് പിന്നെ അതുപോലെ കോടികൾ പ്രതിഫലം കൊടുക്കുക. 2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടനെ 60 കോടിയുടെ വീട് വെക്കുക, അല്ലെങ്കിൽ 2 കോടിയുടെ കാർ വാങ്ങി, ഇതൊക്കെ കാണിക്കുമ്പോൾ താഴെത്തട്ടി ചെറുപ്പക്കാരുടെ വിചാരം സിനിമാ താരങ്ങളായാൽ എല്ലാം ശരിയായെന്നാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ആളുകളും അവരുടെ പഠനകാലത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ക്രേസ് ആയിട്ട്, ഒരു അഡിക്ഷൻ ആയിട്ട് സിനിമാ മേഖലയെ കാണുന്നു. സാധാരണ പോലെ പോട്ടെ, സിനിമ വേണം, എന്റർടൈൻമെന്റിന് സിനിമ വേണം, എല്ലാ ആഘോഷങ്ങളും വേണം. പക്ഷെ ഇതൊന്നും അതിര് കടക്കരുത്. ഇതൊക്കെ മറ്റുള്ളവർക്ക് ശല്യമായി മാറരുത്. ഈ രാജാക്കന്മാരത് മിണ്ടുന്നുമില്ല, ഇത്രയും വലിയ സംഭവം ഉണ്ടായിരുന്നു. നമ്മളൊന്നും ഒരിക്കലും അവരെ, എന്റെ വ്യക്തിപരമായി ഞാൻ രാജാക്കന്മാരെന്ന തരത്തിൽ അവരെ കണ്ടിട്ടേ ഇല്ല. കാരണം അവരൊക്കെ സാധാരണ മനുഷ്യർ, കഴിവുള്ള മനുഷ്യർ എന്നാണ്. കഴിവിനെ ബഹുമാനിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നന്നായി ജോലി ചെയ്യുന്ന മനുഷ്യനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരോടുള്ള റെസ്പെക്ട് മാത്രമാണ്. അമിത ആരാധന എന്നും കാണിക്കേണ്ടയില്ല. എന്നാൽ അതാണ് പൊളിച്ചെഴുതേണ്ടത്. അവരുടെ തലത്തിൽ കണ്ട അവര് ജോലി എടുക്കുന്നു, ജീവിക്കുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഈ ജനപ്രതിനിധികൾക്കെതിരെയൊക്കെ ആരോപണമുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഒരു വ്യക്തിശുദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു അവരവർ തെറ്റിയെല്ലാം തെളിയിക്കേണ്ടവരും കൂടെ ബാധ്യത അവർക്കില്ലേ? അല്ല, അത് ജനപ്രതിനിധി എന്നുള്ളതല്ലല്ലോ. ജനപ്രതിനിധി അവര് ഫിലിം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണോ? അതിന് മാത്രം ഇപ്പൊ ഞാൻ ഒരാളെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഞാൻ പറഞ്ഞു, ഇതിൽ പുരുഷൻ സ്ത്രീ എന്നൊന്നുമില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് സിനിമാ മേഖലയിലെ മുതിർന്ന നടിമാർ പലപ്പോഴും പ്രതികരിച്ചില്ല എന്നുള്ളതും ചോദ്യമില്ല. ഏതെങ്കിലും ഒരു പുരുഷ കേന്ദ്രീകൃത പ്രശ്നമൊന്നുമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ജീർണാവസ്ഥയുടെ പ്രശ്നമാണ്. അതിന് ജനപ്രതിനിധികളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഒന്നും പ്രത്യേകമായിട്ട് വേട്ടയാടേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു മൊത്തം വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരു സംഭവം ഇന്ത്യയിലേക്ക്, എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും ആളിക്കത്തട്ടെ.